Mr. Sebastian, this is not a circus company. This is my dream. This is my hard work. This is my sweat. നിനക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? രാവിലെ പല്ല് വെച്ചില്ലെന്ന് മനസ്സിലായി. Sebastian, I am not a joker. നീ എന്തിനാ ബാബു കക്കൂസി കയറിയപ്പോ വെളിന്ന് പൂട്ടിയിട്ട്? എന്റെ പൊന്ന് സാറേ, അകത്തുനിന്നുള്ള ബഹളം കേട്ടപ്പോ ഞാൻ വിചാരിച്ച ആ കടുവ കൂട് മാറി കയറിയെന്ന്. അതാണ് ഞാൻ പുറത്തുനിന്ന് കുറ്റിയിട്ടത്. നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ഭാഗത്ത് എന്ത് തെറ്റാവുള്ളത്? ഈ സർക്കസ് ഉരുളക്കിഴങ്ങേറിയും പരിപ്പേറിയും നിരോധിക്കണം. എന്തിന്? 3 പേര് ആ കക്കൂസിനകത്ത് കയറി കഴിഞ്ഞാൽ വെളിയിലത്തെ ബോക്സിന്റെ ശബ്ദം പോലും നമുക്ക് കേൾക്കാൻ പറ്റൂല. നീ അത് വിട്. ഞാനല്ല നവന്മാരാ വിട്ട്. എടാ അതല്ല നീ വിഷയം വിടാൻ. നിന്റെ മാസ്റ്റർ പീസ് സാധനമാണ് കണ്ണ് കെട്ടിയിട്ട് അരയില് റിങ് ഇട്ടാട്ടുന്നത്. എന്നും അതിന് കയ്യടി കിട്ടുന്ന. ഇന്നലെ എന്താണ് ആൾക്കാർ കൂവിയത്? എന്റെ പൊന്ന് സാറേ, ഒരു അബദ്ധം പറ്റിപ്പോയി. എന്തുവാ? ഇന്നലെ ഞാൻ ആ ബാബുവിന്റെ നിക്കറായിരുന്നു എടുത്തിട്ടത്. ഞാൻ കണ്ണ് കെട്ടിയിട്ട് ആദ്യത്തെ ആട്ടി തന്നെ ഈ നിക്കർ അങ്ങ് ഊരിപ്പോയി. ഞാൻ ഇത് കാണുന്നുണ്ടോ? കണ്ണ് കെട്ടിയിട്ട് ആട്ടലോടാട്ടലല്ലേ. കണ്ണ് കെട്ടിയ നീ എങ്ങനെടാ നിക്കർ ഊരിപ്പോയ കാര്യം അറിഞ്ഞ? കൂട്ടത്തിൽ നിന്ന് ഏതോ ഒരു ചെറുക്ക് ഒരു ഐസ്ക്രീം എടുത്ത് എന്റെ ലക്ഷ്യസ്ഥാനത്ത് നോക്കി എറിഞ്ഞതും തണുപ്പടിച്ചു. എനിക്ക് മനസ്സിലായി ഞാൻ നിക്കർ ഇട്ടിട്ടില്ല. മേലാ ഇത് ആവർത്തിക്കരുത്. പേടിക്കണ്ട സാറേ, ബാബു ഇന്ന് നിക്കർ കൊണ്ടുവന്നിട്ടില്ല. അതല്ലെന്ന്. നീ എന്തിനാ സംസാരിക്കുന്ന തത്തേർത്തിന്റെ ഇരട്ട പേര് പറഞ്ഞു കൊടുത്തേ? ഏത് പേര്? മറ്റേത്. ഏതെന്ന്? ലത്. ഏത് പേരെന്ന് പറ. മറ്റേത്. മലയാളി പേരേതെന്ന് പറ. പോ, ഞാൻ ഈ കേസ് വിട്ടു. ഓ കണ്ടോ കണ്ടോ, തത്ത വിളിച്ച കണ്ടോ? മലയാളി ഇല്ലാത്തപ്പോ ഇവിടുത്തെ എല്ലാമാരും മലയാളിയുടെ ഈ പേരിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ നീയാ? അവരെല്ലാരും വിളിക്കുമ്പോ ഞാൻ മാത്രം വിളിച്ചില്ല, ഞാൻ ഒറ്റപ്പെട്ടു പോവില്ലേ. സെബാസ്റ്റ്യൻ, മലയാളി എന്റെ ഭാഗത്ത് മാത്രമല്ല നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. എന്റെ ഭാഗത്ത് എന്ത് തെറ്റാ ഉള്ളത്? ഇന്നലെ ആ കരടി ഓടിക്കണ ബൈക്കിൽ നിങ്ങൾ പെട്രോൾ നിറച്ചില്ലല്ലോ. അത് നീ എങ്ങനെ ഇറങ്ങി? ഇന്നലെ ആ പാവ കരടി ലിഫ്റ്റ് അടിക്കാൻ വേണ്ടിട്ട് കുപ്പിയും കൊണ്ട് വൈറ്റില ജംഗ്ഷനിൽ വരുന്ന ഓരോ ബൈക്കിനെ കൈ കാണിച്ച് തീർത്തു വരുന്നത്. പാവം കരടി. നീ വലിയ ആളാവൊന്നും വേണ്ടാട്ടാ. ഈ തങ്കമ്മ സർക്കസിന് ഒരു അന്തസ്സുണ്ട്. ഞാൻ ചോദിക്കണമെന്നിരിക്കായിരുന്നു, ഈ തങ്കമ്മ എന്നുള്ള പേരെങ്ങനെയാ വന്നേ? ഞാൻ കരയുക. മുതലാളി താളമില്ലാതെ കരയാതെ കാര്യം എന്തെന്ന് പറ. തമ്പി മുതലാളിയുടെ ആയിരുന്നു ഈ സർക്കസ് കമ്പനി. ഒരു ദിവസം തമ്പി മുതലാളി വയ്യാതെ കിടന്നിരുന്ന സമയത്ത് പുള്ളിയെ ഞാൻ കാണാൻ ചെന്നപ്പോഴാണ് ഈ സർക്കസ് കമ്പനി എന്റെ പേരിലോട്ടാവുന്നത്. അതിനെന്തോ പറയുമല്ല, വലിപ്പിച്ചെഴുതുക. ഇഷ്ടദാനം. അങ്ങനെ ഞാൻ ഈ സർക്കസ് കമ്പനി നല്ല രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് കത്തിയേറുവായി തങ്കമ്മ വന്ന്. ഞങ്ങൾ ആദ്യ നോട്ടത്തിൽ തന്നെ പ്രേമത്തിലായില്ലേ. ഒരു ദിവസം അവൾ എന്റെ കണ്ണുകളിലേക്ക് നോക്കി, എന്നിട്ട് ഞാൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി, എന്നിട്ട് അവൾ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ വിളിച്ചു. ഓ കണ്ടോ, ആ തത്ത വിളിച്ച കണ്ടോ? നീ എടുത്ത കാരണമല്ലടാ തത്ത ഇങ്ങനെ വിളിക്കുന്നത്. മുതലാളി ഞാൻ എന്തോ ചെയ്തിട്ടോ? ബാക്കി കഥ പറ. അങ്ങനെ ഒരു ദിവസം തങ്കമ്മ കത്തി ഇറങ്ങി കൊള്ളിക്കാൻ വേണ്ടി കുറെ അമ്മരെ വിളിച്ചു. ഒരുത്തനും ചെന്നില്ല. എല്ലാവർക്കും ഭയങ്കര പേടി. ഞാനപ്പൊ എന്റെ ധൈര്യം എല്ലാം പുറത്തെടുത്ത ആ ബോർഡിന്റെ ഫ്രണ്ടിൽ കയ്യും വീശി ഇങ്ങനെ നിന്നു. തങ്കമ്മ അപ്പൊ തന്നെ കുറെ കത്തി ചന്നാ പിന്നാന്ന് പറഞ്ഞ് വീശി ഇറങ്ങില്ലേ. അതിലൊരെണ്ണം പോലും എന്റെ ദേഹത്ത് കൊണ്ടില്ല. 3 മാസം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. ഒരെണ്ണം പോലെ ദേഹത്ത് കൊണ്ടില്ലെന്നല്ലേ പറഞ്ഞ, പിന്നെ അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അവൾ അവസാനം ഇറങ്ങി ഈ ബോർഡിന്റെ വള്ളിയിലായിരുന്നു. ബോർഡ് നേരെ ഉച്ചയാ വന്ന് വീണു. അവസാനം കടുവയെ പിടിച്ചിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലോട്ട് പോയത്. മുതലാളി ഈ കഥക്കകത്തില്ലാത്ത കടുവ എവിടെ നിന്ന് വന്നു? ഈ ബോർഡിന്റെ തലയിൽ വീണപ്പോ എന്റെ മെഡില ബ്ലാങ്കറ്റ് തറ വീണു. ഈ കടുവയാണ് അതെടുത്തോണ്ട് ഓടി. അവസാനം ഞാൻ ആ കടുവയെ പിടിച്ചിട്ടാണ് ഹോസ്പിറ്റലിലോട്ട് പോയത്. 16 സ്റ്റിച്ചാണ് എടുത്തത്. ചുമ്മാ നോക്ക്. യോത് സ്റ്റിച്ചായിരുന്നാ? പിന്നെ നീ എന്ത് വിചാരിച്ചു? ഞാൻ വിചാരിച്ചു മുതലാളി മീമുള്ള ഉണക്കി വെച്ചേക്കണം. ഞാൻ ബാക്കി പറയട്ടെ. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോ സുമതിയും തങ്കമ്മയും അമ്പിളിയും രമണിയും എല്ലാം എന്റെ സ്വന്തം. അല്ല, തങ്കമ്മ മാത്രം പ്രേമിച്ചെന്നല്ലായിരുന്ന പറഞ്ഞ? പിന്നെ തങ്കമ്മയുടെ മക്കളെ നിന്റെ അച്ഛൻ വന്ന് നോക്കുക. അങ്ങനെ ഒരു ദിവസം തങ്കമ്മ ട്രിപ്പീസിൽ കിടന്ന് ഇങ്ങനെ ആടുവരുന്നു. ഞാൻ ആട്ടിവിടുന്നു, അവൾ പോകുന്നു. ഞാൻ ആട്ടിവിടുന്നു, അവൾ പോകുന്നു. ഞാൻ ആട്ടിവിടുന്നു, അവൾ പോകുന്നു. ഞാൻ ആട്ടിവിടുന്നു, അവൾ പോകുന്നു. നീ അങ്ങോട്ട് പോണ്? ആട്ടി കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചാ മതി. ഇങ്ങോട്ട് വാ, ബാക്കി പറയട്ടെ. ഞങ്ങൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ എനിക്കൊരു കോള് വന്നു. ഫോൺ എടുത്തു, കട്ടായി. കോള് കട്ടായി. തങ്കമ്മ കട്ടായി. അയ്യോ. അങ്ങനെ മരണക്കിടക്കയിൽ കിടന്ന തങ്കമ്മ എന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, അണ്ണാ ഈ സർക്കസ് കമ്പനിക്ക് ഒരു പേരിടണം. ഏത് പേര്?
ആ തത്ത നീ ഒരുത്തൻ കാരണല്ലേ തത്ത ഇങ്ങനെ വിളിക്കുന്നത്. മുതലാളി ഞാൻ എന്തോ ചെയ്തിട്ടാ മുതലാളി? യോ മുതലാളി എന്തോ പറ്റിയേ? തങ്കമ്മയുടെ ക്യാരക്ടർ ചെയ്തപ്പോ കഴുത്തൊന്ന് വിളിക്കടാ. എന്നോട് പറയാൻ മേലെ ഞാൻ അവരുടെ വേഷം ചെയ്യൂലേ? അതിന് നിനക്ക് അവളുടെ ഡയലോഗ് അറിയായിരുന്നു. ശരിയാണല്ലോ. അല്ല, ഇതിനെ കുറിച്ച് എനിക്ക് വേറൊരു വിഷയം കിട്ടിയിട്ടുണ്ട്. എന്തുവാ? എന്തിനടാ ചോക്കിട്ട റിങ്കുവാനയുടെ പുറത്ത് എന്റെ ഇരട്ടപ്പേര് എഴുതിയിട്ട്? കരി വെച്ച് എഴുതിയിട്ട് തെളിഞ്ഞില്ല മുതലാളി, അതാണ് ചോക്ക് വെച്ച് എഴുതിയത്. എന്റെ പേരല്ലേ ഇവിടെ വിഷയം. ഇനി ആരെങ്കിലും എന്റെ ആ പേര് വിളിക്കുന്ന ഞാൻ കേട്ടാ തുറന്നു വിടറാ. ആ തത്തയെ തുറന്നു വിടറാ. മുതലാളി തുറന്നു വിടല് കോടികൾ വിലയുള്ള തത്തയാണത്. എനിക്കതൊന്നും ഒരു വിഷയമില്ല. ആ തത്തയെ തുറന്നു വിടറാ. മുതലാളി കോടികൾ വിലയുള്ള തത്തയാണ്, തുറന്നു വിടലെന്നാണ് ഞാൻ എനിക്ക് പറയുന്നത്. എന്റെ അന്തസ്സാണ് പ്രധാനം. പോയി തുറന്നു വിടറാ. നിങ്ങളുടെ ഇഷ്ടം പോലെ. ആ പന്ന തത്താറ് എല്ലാരും ഇപ്പൊ ആ പേരിലാണ് വിളിക്കുന്നത്. ഡേയ് നീ പറന്നാണേലും പോയി രക്ഷപ്പെടേ. എന്നോടല്ലേ അയച്ചു വിടാൻ പറഞ്ഞ, പിന്നെന്തിനാണ് ഞാൻ അതിനെ പോയി പിടിക്കുന്നത്? അത് ഈ കൂട്ടിനകത്തിരിക്കുവാണ്, നമ്മൾ മാത്രമേ കേൾക്കത്തുള്ളൂ. അതിനെ പറത്തി വിട്ട് കഴിഞ്ഞാൽ ലോകം മൊത്തം എന്റെ ആ പേര് വിളിച്ചോണ്ട് കിടക്കും. ഏത് പോടാ തത്തയുടെ മോനെ.